ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഐഡിയപാഡ് 3 സീരീസിൽ ലെനോവോ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. ഇത് 14 ഇഞ്ച് സ്ക്രീൻ സൈസിൽ 128 GB SSD, 4 GB റാം, വിൻഡോസ് 10 സിംഗിൾ ലാംഗ്വേജ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലാപ്ടോപ്പാണ്. ഏകദേശം 1000 ദിർഹംസ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണിത്. അതായത് ഇന്ത്യൻ കറൻസിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20,000 റേഞ്ചിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. സ്റ്റുഡൻസിനൊക്കെ വളരെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് തിൻ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. എസ്പെഷ്യലി ഇത് നല്ല വളരെ സ്റ്റൈലിഷ് ഡിസൈനാണ്. ഇതിൻ്റെ മെറ്റലാണ് അതിൻ്റെ ബോഡിയെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പക്ക പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാണാനും നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. സ്ലിമ്മാണ്. പിന്നെ US കീബോർഡാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റിൻ്റെ അറബിക് കീബോർഡല്ല വരുന്നത്, അത് US കീബോർഡ് സ്പെക്സാണ് വരുന്നത്. സിംഗിൾ ലാംഗ്വേജ് ആയിരുന്നു. ഞാനിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് വിൻഡോസ് 10 പ്രൊഫഷണലാക്കി. കാര്യം സിംഗിൾ ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തായാലും ലാപ്ടോപ്പ് ഒന്ന് ഞാനൊന്ന് ഓണാക്കി. ഇത് ഓണാക്കുമ്പോൾ പ്രത്യേകത കണ്ടില്ല, ഇത് പെട്ടെന്ന് SSD ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്ക്രീനിലേക്ക് വരും. കണ്ട ഡെസ്ക്ടോപ്പിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. ടെക് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓപ്പണായി. സംഭവം നല്ല ഹൈ ഫാസ്റ്റാണ്. കാര്യം അത് SSD ആയതുകൊണ്ട് പൊതുവേ SSD ഡ്രൈവ്സ് എല്ലാം ഉള്ള സിസ്റ്റം നല്ല സ്റ്റാർട്ടപ്പ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ സിസ്റ്റത്തിൻ്റെ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. ഇപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യം വിൻഡോസ് 10 സിംഗിൾ ലാംഗ്വേജ് ആയിരുന്നു. ഞാനത് അപ്ഗ്രേഡ് ചെയ്ത് വിൻഡോസ് 10 പ്രൊഫഷണലാക്കി. ബാക്കി സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ ഐഡിയപാഡ് 3 ആണ് മോഡൽ. പിന്നെ പ്രോസസ്സർ വരുന്നത് AMD ആണ് വരുന്നത്, ഇൻ്റൽ അല്ല, AMD ആണ് വരുന്നത്. മെമ്മറി 4 GB ഉണ്ട്. 64 ബിറ്റ് സപ്പോർട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് സിസ്റ്റത്തിൻ്റെ. സംഭവം വളരെ നല്ലൊരു കോൺഫിഗറേഷൻ തന്നെയാണ്. സ്റ്റുഡൻറ്റ് സീരീസിൽ നോക്കുമ്പോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള, പിന്നെ ഒരുപാട് ഹയർ ലെവലിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ഒരു ലാപ്ടോപ്പ് ഒരു അഡ്വാൻസ്ഡ് ലെവലല്ല, ഒരു എൻട്രി ലെവൽ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ്. കാരണം സിസ്റ്റത്തിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ലെവലിൽ ഇപ്പോൾ ഓട്ടോകാഡ്, ഫോട്ടോഷോപ്പ്, അഡോബിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യണം, അങ്ങനെ ഒരു എഡിറ്റിംഗ് അങ്ങനെയുള്ള ലെവലിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ഒട്ടും കോമ്പാറ്റബിൾ അല്ല. ഇതൊരു സ്റ്റാർട്ടർ സീരീസ് സ്റ്റുഡൻസിന് പറ്റുന്ന സീരീസാണ് ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് 128 GB ഹാർഡ് ഡ്രൈവാണ് വരുന്നത്, SSD ആണ് വരുന്നത്. അതിൽ ഏകദേശം നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ച് ആ ഒരു സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഏകദേശം 90 GB നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ് സംഭവം. പിന്നെ സ്റ്റാൻഡേർഡ് സൈസ് HDMI ഔട്ടുണ്ട്. പിന്നെ 3 USB പോർട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ജാക്ക് ഉണ്ട്. ഒരു മെമ്മറി കാർഡ് റീഡർ സ്ലോട്ടും ഉണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതിനകത്ത് വിൻഡോസ് 10 ഹോം ഇൻ സിംഗിൾ ലാംഗ്വേജ് മോഡായിരുന്നു വന്നിരുന്നത്. ഞാനത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വിൻഡോസ് 10 പ്രൊഫഷണലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അത് മാത്രമേ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കണ്ടത്. ഇതിൻ്റെ ബോക്സിലുണ്ടായിരുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. കണ്ട CPU AMD ആണ്, 3020. പിന്നെ റാം 4 GB ഉണ്ട്, സ്റ്റോറേജ് 128 SSD ആണ്. പിന്നെ ഗ്രാഫിക്സ് ഇൻറ്റഗ്രേറ്റഡ് ആണ്, ഡിസ്പ്ലേ 14 ഇഞ്ചാണ്, HD ആണ്, കുഴപ്പമില്ല, ഓക്കെ. ബാറ്ററി 2 സെല്ലാണ്. വിൻഡോസ് 10 ഹോം സിംഗിൾ ലാംഗ്വേജ് മോഡാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു മോഡലാണ്. 8100 ഐഡിയപാഡാണ്. അൺബോക്സ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ചാർജറിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടത്. പ്രോബ്ലം അല്ല, ആക്ച്വലി ഇത് US സ്പെക്സ് ആണെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ ചാർജറിൻ്റെ പിന്നുണ്ട ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. പക്ഷേ നമ്മുടെ എൻ്റെ കൺവേർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കൺവേർട്ടർ ഉണ്ടായതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു, കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വളരെ ചെറിയൊരു പിന്നാണ്. ഈ ഒരു കാര്യം പെട്ടെന്ന് ഇത് GCC മോഡലല്ല ഇതിൻ്റെ പ്ലഗ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇഷ്ടമായത് ആ ഒരു ഡിസൈനാണ്. സംഭവം 1000 ദിർഹംസിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള 14 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. സാധാരണ ഒരു 11-12 ഇഞ്ച് റേഞ്ചിലൊക്കെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. പിന്നെ SSDയും കൂടിയാണ്, അതും കൂടിയാണ് എനിക്കൊരു ഹൈലൈറ്റായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മെയിനായിട്ട് തോന്നിയത്. പിന്നെ എൻ്റെ ക്യാമറയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് പറഞ്ഞുതരാം.
അത് പ്രൈവസി ഷട്ടർ എന്ന് പറയും, ആ ഒരു ഫീച്ചറാണത്. ഇതിങ്ങനെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കാണാം. ഇപ്പോൾ നമുക്ക് ക്യാമറ ഇപ്പോൾ ചിലരൊക്കെ ഇവിടെ ലാപ്ടോപ്പിൻ്റെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഹിഡൻ ക്യാമറാസ് പോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ക്ലോസ് ആയി. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു ഫീച്ചറാണത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ കുറേ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.